സഹസ്രക്കണക്കായ പ്രത്യായ ശാസ്ത്രങ്ങളുടെ ശവപ്പറമ്പായ ഭൂതലത്തിൽ ഒരു യുവാവിൻ്റെ പ്രസരിപ്പോടുകൂടെ ഇന്നും ഉയർന്നു നിൽക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്ന മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അൽ ഇസ്റാ വൽ മിഅ്റാജ്. നുബുവത്തിൻ്റെ 11-ാം കൊല്ലം റജബ് മാസം 27-ാം തീയതി അഥവാ ക്രിസ്തുവർഷം 621 മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ലോകനായകർ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ബൈത്തുൽ മഖദ്ദസിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്കും അതിനപ്പുറമുള്ള ചക്രവാളങ്ങളിലേക്കും സ്വശരീരത്തോടുകൂടെ ആത്മാവും ശരീരവും ഒന്നിച്ച് നടത്തിയ യാത്രയാണ് അൽ ഇസ്റാ വൽ മിഅ്റാജ്. ആ ഓർമ്മ പെരുന്നാൾ ഒരിക്കൽ കൂടി കടന്നു വരികയാണ്. എന്തായിരുന്നു ആ യാത്രയുടെ ലക്ഷ്യം? സമഗ്രാധിപതിയായ ചക്രാധിപതിയായ സർവാധിപതിയായ അള്ളാഹുവിനെ നേരിട്ടു കാണണം. മഹാനായ മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം, ആദം അലൈഹിസ്സലാം അവരെയൊക്കെ ആകാശമേഖലകളിൽ ഡയറക്റ്റായി കണ്ടു. ബൈത്തുൽ മഖദ്ദസിലേക്ക് ചെന്നപ്പോൾ കഴിഞ്ഞകാല പ്രവാചകന്മാർ മുഴുവനും അണിയായി നിന്ന് നിസ്കാരത്തിന് നബിതങ്ങൾ നേതൃത്വം കൊടുത്തു. സ്വർഗം കണ്ടു, നരകം കണ്ടു, സിദ്റത്തുൽ മുന്തഹ കണ്ടു. ആ അനുഗ്രഹീത യാത്രയിലാണ് 5 വഖത്ത് നിസ്കാരം നമുക്ക് ലഭ്യമായത്. മാത്രമല്ല നരകത്തിൻ്റെ ഭീകരമായ കാഴ്ചകൾ കണ്ടു, നരകത്തെ കാക്കുന്ന മലക്കിനെ കണ്ടു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നേർക്കുനേരെ കാണുകയും ചക്രവാളങ്ങളിലുള്ള രഹസ്യങ്ങളെ മുഴുവനും കാണുകയും കാണിക്കുകയും ചെയ്ത് അതേ രാത്രിയിൽ തന്നെ തിരിച്ചു വന്ന ഒരു യാത്രയാണ് അൽ ഇസ്റാ വൽ മിഅ്റാജ്. ഓർക്കണം, കഴിഞ്ഞകാല പ്രവാചകന്മാർക്കാർക്കുമില്ലാത്ത ഒരു യാത്ര ആകാശഗംഗകളിലൂടെ എന്തിന് മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് കൊടുത്തു. അവിടെയാണ് നമ്മുടെ പോയിന്റ്, മറ്റൊന്നിനുമല്ല. ഇത് ടെക്നോളജിയുടെ കാലമാണ്. ഗ്രഹങ്ങളിൽ മനുഷ്യർ കൂടുകൂട്ടുന്ന കാലമാണ്. മനുഷ്യർ ആ ലോകത്തേക്ക് കടന്നു പോകുന്ന കാലമാണ്. മുഹമ്മദ് നബിക്ക് എന്തു പറയാനുണ്ട് എന്നാരെങ്കിലും ചോദിച്ചാൽ, ലോകനായകരാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനും ഒരു കഥ പറയാനുണ്ടാവണം. അതിനുവേണ്ടിയായിരുന്നു ആ യാത്ര. നമുക്ക് ആ യാത്രയുടെ അനുസ്മരണം എന്ന നിലക്ക് ഈ വരുന്ന ശനിയാഴ്ച നാട്ടിലും ഒമാനിലുമെല്ലാം നോമ്പ് സുന്നത്തുണ്ട്. 60 മാസങ്ങളുടെ പ്രതിഫലം കിട്ടും. ആ ദിനരാത്രങ്ങൾ ആരാധനകളെ കൊണ്ട് ചൈതന്യവത്താക്കണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.